സത്യം അതല്ല. നല്ല കാര്യങ്ങൾ പറയാൻ ഒന്നുമില്ല ജയറാമിനെ കുറിച്ച്. അതുകൊണ്ടാണ് ഞാൻ അയാളെ കുറിച്ച് പ്രോഗ്രാം ചെയ്തത്. ചീത്ത കാര്യം മാത്രം പറയാനായിട്ട് എന്തിനാണ് ഇവർ എപ്പിസോഡ് ചെയ്യുന്നത്? നമ്മളെ എപ്പിസോഡ് കണ്ടാൽ നിങ്ങൾ എല്ലാവർക്കും അറിയാലോ, നല്ലത് ചീത്തയും പറയും. ഇത് ചീത്ത മാത്രമേ പറയാനുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അയാളെ കുറിച്ചൊന്നും ചെയ്യാത്തത്. കാര്യം എന്തൊക്കെ പറയാനുണ്ടെങ്കിലും ഒളിഞ്ഞു നിന്ന ജയറാമിനെ വെച്ച് സൂപ്പർ ഹിറ്റുകൾ തുടർച്ചയായി നൽകിയ രാജസേനോട് ഇയാൾ കാട്ടിയ പ്രവൃത്തി ഒട്ടും നമുക്ക് ന്യായീകരിക്കാൻ കഴിയുന്നതല്ലല്ലോ. ജാതകത്തിലൂടെ സ്വതന്ത്ര സംവിധായകനായി മാറിയപ്പോൾ ലോഹിതദാസിന്റെ തിരക്കഥയിൽ ജയറാമായിരുന്നു ജാതകത്തിലെ നായകൻ. ലോഹി എഴുതി ഉണ്ണിത്താൻ ചെയ്ത രണ്ടാമത്തെ സിനിമ രാധാമാധവത്തിലും ഇയാളെ തന്നെ നായകനാക്കി. ഉണ്ണിത്താന്റെ മുഖചിത്രം എന്ന് പറഞ്ഞ സിനിമ ജയറാമിന്റെ സൂപ്പർ ഹിറ്റ് സിനിമകളിൽ ഒന്നാണ്. അങ്ങനെയുള്ള സുരേഷ് ഉണ്ണിത്താൻ ഒരു കഥ പറയാൻ തിരുവനന്തപുരത്തെ ഗീത് ഹോട്ടൽ ഗീതിൽ റിസപ്ഷനിലെ 2.5 മണിക്കൂർ ജയറാമിന്റെ തിരുമുഖം കാണാനായി കാത്തിരുന്നു. സാറ് തൂങ്ങിയിട്ട് ഇருக்கு എന്നാണ് ഇയാളെ കൂടെയുള്ള എർത്ത് പറഞ്ഞത്. തൂങ്ങിയിട്ട് ഇരിക്കുന്നു, ഇപ്പൊ തൂങ്ങിയിട്ട് ഇരിക്കുക. എപ്പോഴും കാത്തിരുന്ന സുരേഷ് ഉണ്ണിത്താന്റെ മുന്നിലൂടെ സുരേഷ് ഉണ്ണിത്താനെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത അപരിചിതത്വം കാണിച്ച് കാറിൽ കയറിപ്പോയി. 2.5 മണിക്കൂറിന് ശേഷം സുരേഷ് ഉണ്ണിത്താന്റെ മനസ്സിൽ ജ്വലിച്ച ശാപം ഉറപ്പായും ജയറാം അനുഭവിച്ചിരിക്കാം. എത്ര പെട്ടെന്നാണ് നായകനിൽ നിന്നും തപോന്ന് താഴെ പോയത്. ക്യാമറയ്ക്ക് മുന്നിലല്ല, സ്വന്തം ജീവിതത്തിലാണ് ഈ നടന്റെ യഥാർത്ഥ അഭിനയം നടക്കുന്നത്. കാണുന്നവർക്ക് തോന്നും, ഷോ എന്തൊരു നിഷ്കളങ്കനായ മനുഷ്യൻ, അഭിനയം വേണം കാണാൻ. ജന്മം കൊണ്ട് ഇയാള് പൂണൂലിട്ടവനാണ്. പിന്നെ കാളയും കോഴിയും മീനും ഒക്കെ തിന്നുന്ന പൂണൂൽധാരിയുമാണ്. ഭാര്യയാണെങ്കിൽ ഒരു നായരൂട്ടിയായിരുന്നല്ലോ. അമ്മയെ അച്ഛൻ തിരുമണം നടത്തിയത് കേരളത്തിൽ, പിള്ളേരെ ഉണ്ടാക്കിയത് കേരളത്തിൽ, പഠിപ്പിച്ച് വലുതാക്കി ഉത്സവപ്പറമ്പുകളിൽ മിമിക്രി കളിക്കാൻ പോയത് കേരളത്തിൽ, നടനായത് കേരളത്തിൽ, സംബന്ധം കഴിച്ചത് കേരളത്തിൽ. പക്ഷേ തമിഴിന്റെ ക്യാമറ കണ്ടാ പറയും മാതൃഭാഷ എന്റേത് തമിഴ്. ഒരു യൂട്യൂബർ പറയുന്നത് 2 രൂപയുടെ എളിമ ഇടേണ്ടിടത്ത് 2000 രൂപയുടെ എളിമ ഇട്ട് കളയും ജയറാം എന്നാണ്. 100% നല്ല നിരീക്ഷണമാണ്. 2 രൂപയുടെ എളിമ ഇട്ടാൽ മതി ഇങ്ങനെ, പക്ഷേ 2000 രൂപയ്ക്ക് ഇട്ട് കളയും ജയറാം എന്നാണ് പറയുന്നത്. ജനിച്ചത്, വളർന്നത്, പഠിച്ചത്, പേരുണ്ടാക്കിയത്, സിനിമയിൽ കയറിയത് എല്ലാം മലയാളത്തിലാണ്. അതിനാണല്ലോ തമിഴിൽ പോയി പൊട്ട വേഷങ്ങൾ ചെയ്യുന്നത്. പക്ഷേ അയാൾ പറയുന്നത് 2 ലംഘിച്ചു. എനിക്ക് 1 മതിർത്ത. വീട്ടിൽ പേസുന്നതെല്ലാം തമിഴ്. രാംരാജിന്റെ പരസ്യം നമ്മൾ മറക്കാറായിട്ടില്ല. എൻ്റെ നാടിന്റെ താളത്തിൽ അഭിമാനമുണ്ട്, എൻ്റെ നാടിന്റെ സംസ്കാരത്തിൽ അഭിമാനമുണ്ട്, എൻ്റെ നാട്ടിൽ ജനിച്ചതിൽ എനിക്ക് അഭിമാനമുണ്ട്. പരസ്യത്തിൽ തള്ളോട് തള്ളായിരുന്നു, അഭിമാനമുണ്ട്. ഇവിടെ വന്ന് ചെണ്ട കൊട്ടും, തമിഴ്നാട്ടിൽ ചെന്ന് ഓട്ടി. തമിഴിന്റെ ക്യാമറ കണ്ടാൽ തമിഴൻ, മലയാള ക്യാമറ കണ്ടാൽ മലയാളമുണ്ട് ആകും. നക്കാവിച്ച വേഷങ്ങൾക്കായുള്ള ഗിമ്മിക്സ് ആണ് ഇത് എന്ന് ഞാൻ പറയും. ഇപ്പൊ നമസ്കാരം പ്രിയമുള്ളവരെ, നമ്മൾ കാത്തിരിക്കുകയായിരുന്നു ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി. അതായത് അതിവിനയം കാണിച്ച് ഇത്രയും അങ്ങ് ഏറെ കയറിയ ഈ ജയറാമേട്ടനെ കുറിച്ചുണ്ടല്ലോ, എനിക്ക് എന്തായാലും അറിയായിരുന്നു ഈ ശാന്തിയുടെ ദിനേശേട്ടൻ ഒരു വീഡിയോ ചെയ്യും എന്നുള്ളത്. അത് ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അപ്പൊ ആ വീഡിയോ വന്നപ്പോണ്ട് ഇന്ന് നിങ്ങളോട് ഞാൻ പങ്കുവെക്കാൻ പോകുന്നത് ആ ഒരു വീഡിയോ ആണ്. അപ്പം ഈ പറയുന്ന ജയറാമേട്ടൻ ഇത്രയൊക്കെ ഏറിലായെങ്കിലും ഉണ്ടല്ലോ, ഇപ്പൊ ഈ അടുത്തിറങ്ങിയ പടത്തിന്റെ ആ ഒരു പ്രൊമോഷനുമായിട്ട് കേരളത്തിൽ വന്നപ്പം സോഷ്യൽ മീഡിയയിലെല്ലാം കൊടുത്ത ബൈറ്റ്സിന് അതൊക്കെ എന്തോ ഒരു വിനയമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ശാന്തിയുടെ ദിനേശേട്ടൻ പറയുന്നത്, ഞാൻ ഇതുവരെ ഈ ജയറാമിനെ കുറിച്ച് ഒരു സ്റ്റോറി ചെയ്യാത്തതിന്റെ കാരണം അദ്ദേഹത്തെ കുറിച്ച് നല്ലത് പറയാന് ഇല്ല എന്നുള്ളതാണ്. അതായത് അദ്ദേഹത്തിന്റെ തുടക്കകാലം മുതലേ ജയറാമിനെ അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഈ ദിനേശ് ഏട്ടൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. അന്ന് മുതൽ ഇന്ന് വരെയുള്ള അദ്ദേഹത്തിന്റെ ചരിത്രം എടുത്ത് നോക്കുവാണെങ്കിൽ ഈ ജയറാമിന്റെ പൊള്ളയാണ് ഈ പുറത്ത് കാണിക്കുന്നതെല്ലാം. ഒരു നല്ലത് പറയാൻ വേണ്ടി ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹത്തെ കുറിച്ച് സ്റ്റോറി ചെയ്യാത്തത് എന്നുള്ളതാണ് പുള്ളി പറയുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് വിശദമായിട്ടുള്ള വീഡിയോയിലേക്ക് കടക്കാം. ആരും സ്കിപ്പ് ചെയ്യില്ല, അവസാനം വരെ കാണുക. വിശദമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ജയറാമിനെ കുറിച്ച് അറിയാനൊക്കും. നമ്മളെ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അതിനോടൊപ്പം തന്നെ ഹൈപ്പും ലൈക്കും ഷെയറും കമന്റും ഒക്കെ ഒന്ന് സഹായിക്കുക. അതിനോടൊപ്പം ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ കൂടി ചെയ്യുക. അപ്പൊ നമുക്ക് വരെ വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ശ്രീനിവാസൻ പറഞ്ഞിട്ടുണ്ട്, ദിനേശേ അതിവിനയം കാണിക്കുന്ന ഒരാളെയും ദിനേശ് ജീവിതത്തിൽ വിശ്വസിക്കരുത്. ഇതാണ് അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു നിർദ്ദേശം. കാരണം ഈ അതിവിനയം കാണിക്കുന്നവൻ പച്ച കള്ളനായിരിക്കും. കള്ളമേ ജീവിതത്തിൽ കാണിക്കും. അത് അങ്ങനെയുള്ളവനാണ് ഈ അതിവിനയം കാണിക്കുന്നത്. എൻ്റെ അനുഭവങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ഷീനിച്ചേട്ടൻ്റെ നിരീക്ഷണം 100% സത്യമാണെന്ന് ഞാൻ സർട്ടിഫൈ ചെയ്യും. ഉദാഹരണത്തിന് നമ്മുടെ നടൻ ജയറാമിൻ്റെ കാര്യം തന്നെ എടുക്കാം. നല്ല പരിചയക്കാരായിരുന്നു ഞങ്ങൾ. സ്വയംവരപന്തലിലും എഴുന്നള്ളത്തിലും ഒക്കെ ഒന്നിച്ച് വർക്ക് ചെയ്തവരാണ്. അയാളുടെ ആദ്യകാല ബിസിനസ് അടക്കമുള്ള സിനിമകളുടെ, ഭജനം അടക്കമുള്ള സിനിമകളുടെ സെറ്റിൽ പത്രക്കാരനായി പോയ കാലം മുതലുള്ള ബന്ധമാണ്. അയാളെ നമുക്ക് അതിവിനയത്തോടെ അല്ലാതെ മമ്മൂട്ടിയെ പോലെയോ പ്രണവ് മോഹൻലാലിനെ പോലെയോ നമുക്ക് കാണാനേ കഴിയില്ല. ഇവരുടെയൊന്നും മുഖത്ത് വിനയമില്ലല്ലോ. പക്ഷേ ജെന്റിൽമാൻ ആണ് ഈ 2 പേരും ഞാൻ പറഞ്ഞത്. എന്ന് മാത്രമല്ല, ജയറാമിനെ പോലെ ഇത്തരം നാട്യമുള്ളൊരു മുഖം ജയറാമിന്റെ മകൻ കാളിദാസിന് പോലും കാണാൻ കഴിയില്ല എന്നാണ് എൻ്റെ നിരീക്ഷണം. കാളിദാസൻ പോലും ഒരു കള്ളനല്ല. ഞാൻ ഈ മഹാനടനെ കുറിച്ച് ചുരുക്കം ചില എപ്പിസോഡുകളിൽ പറഞ്ഞു പോയിട്ടുണ്ട് എന്നല്ലാതെ അയാളെ പറ്റി ഒരു എപ്പിസോഡ് ചെയ്യണമെന്ന് പലരും വിളിച്ചു പറഞ്ഞിട്ടും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ അവരെ പറയും, എന്തിനാ അയാളെ ഇപ്പം രാഹുൽ ഈശ്വർ പറയുമ്പോൾ ബ്രാഹ്മണ ശാപം. രാഹുൽ ഈശ്വർ പറഞ്ഞിട്ടില്ലേ പിണറായി വിജയന് ബ്രാഹ്മണ ശാപമാണെന്ന്. ഇവനൊക്കെ ഇന്നത്തെ കാലത്ത് ഈ ചെറുപ്പക്കാരൻ ആലോചിക്കുക എന്ത് വിവരക്കേടാ പറയണമെന്ന് ആലോചിക്കുക. അതുപോലെ ജയറാമും കൂടുതലിട്ട് ബീഫും ചിക്കനും ഒക്കെ തിന്നണതല്ലേ. അപ്പോൾ ബ്രാഹ്മണ ശാപം ചിലപ്പോൾ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ അയാളെ കുറിച്ചൊന്നും ചെയ്യാത്തത്.
ആദ്യ സിനിമയിൽ അഭിനയിക്കാൻ അവരുടെ സെറ്റിൽ ചെന്നിടം മുതൽ സുരേഷ് ഉണ്ണിത്താനുമായി ഉണ്ടാക്കിയെടുത്ത നല്ല സൗഹൃദം ഉണ്ടായിരുന്നു ജയറാമിന്. മലയാറ്റൂർ രാമകൃഷ്ണന്റെ ജ്യേഷ്ഠന്റെ മകൻ ആണ് ജയറാം. മലയാറ്റൂർ IAS എപ്പോഴും താനൊരു പെരുമ്പാവൂരുകാരൻ എന്നേ പറഞ്ഞിട്ടുള്ളൂ, അല്ലെങ്കിൽ മലയാറ്റൂരുകാരൻ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അമ്മയെ അച്ഛൻ തിരുമണം നടത്തിയത് കേരളത്തിൽ, പിള്ളേരെ ഉണ്ടാക്കിയത് കേരളത്തിൽ, പഠിപ്പിച്ച് വലുതാക്കി ഉത്സവപ്പറമ്പുകളിൽ മിമിക്രി കളിക്കാൻ പോയത് കേരളത്തിൽ, നടനായത് കേരളത്തിൽ, സംബന്ധം കഴിച്ചത് കേരളത്തിൽ. പക്ഷേ തമിഴന്റെ ക്യാമറ കണ്ടാൽ പറയും മാതൃഭാഷ എൻ്റേത് തമിഴ്. ഒരു യൂട്യൂബർ പറയുന്നത് 2 രൂപയുടെ എളിമ ഇടേണ്ടിടത്ത് 2000 രൂപയുടെ എളിമ ഇട്ടുകളയും ജയറാം എന്നാണ്. 100% നല്ല നിരീക്ഷണമാണത്. 2 രൂപയുടെ എളിമ ഇട്ടാൽ മതി ഇങ്ങനെ, പക്ഷേ 2000 രൂപയ്ക്ക് ഇട്ടുകളയും ജയറാം എന്നാണ് പറയുന്നത്. അമ്മ വന്ന് കുംഭകോണം, அப்ப வந்து பாலக்காடு. அந்த காலத்து பாலக்காடு தமிழ்நாடு, நாம் வந்து பெரும்பாவூர், குழந்தைகள் சென்னை, பொண்டாட்டி നായർ കുറുപ്പ്. அந்த ടൈമിലെ പാലക്കാടും തമിഴ്നാട്ടിൽ தான் ഇരുന്നത്. ജനിച്ചത് പഠിച്ചത് വളർന്നത് കൊച്ചി എന്താ പറയാ കൊച്ചി. 2 ലാംഗ്വേജും ഒന്നും മാതൃത ഇദ്ദേഹത്തിന്, തമിഴും മലയാളവും ഒന്ന് മാതൃത, ഒന്ന് ഫസ്റ്റ് ഒന്ന് സെക്കൻഡ്, അന്ത മാതിരി ഇല്ലേ. പക്ഷെ ഞാൻ ജനിച്ചത് വളർന്നത് പഠിച്ചത് പേരുണ്ടാക്കിയത് സിനിമയിൽ കയറിയത് എല്ലാം മലയാളത്തിലാണ്. അതിൽ നിന്നാണല്ലോ തമിഴിൽ പോയി പൊട്ട വേഷങ്ങൾ ചെയ്യുന്നത്. പക്ഷേ അയാൾ പറയുന്നത് 2 ലാംഗ്വേജും എനിക്ക് ഒന്ന് മാതൃത, വീട്ടിൽ പേസുന്നതെല്ലാം തമിഴ്. എനിക്കറിയില്ല, പൊണ്ടാട്ടി തമിഴ്നാട്ടിൽ താമസത്തിന് പോയ ശേഷമായിരിക്കും തമിഴ് പഠിച്ചത്, ചെറുതാനേ, അല്ലാതെ തമിഴ് പഠിച്ച ആളല്ലല്ലോ ഇയാളുടെ ഭാര്യ. മലയാളവും കംഫർട്ട്, തമിഴും കംഫർട്ട്, പേശുവർക്ക് സംസാരിക്കുന്നതിന് മലയാളവും തമിഴും കംഫർട്ടാണെന്ന്. പിന്നെ നമ്മുടെ നടൻ ശ്രീനിവാസൻ മരിച്ചു. രോഗഗ്രസ്തനായി എത്രയോ നാൾ ആശുപത്രിയിലും വീട്ടിലുമായി അദ്ദേഹം കഴിഞ്ഞു. തിരിഞ്ഞു നോക്കിയോ ഈ മഹാൻ? എത്ര നല്ല തിരക്കഥകളിൽ ഇദ്ദേഹത്തിന് വേഷം കൊടുത്തു. നോക്കില്ല. പത്മരാജ സാർ നേരത്തെ പോയത് നന്നായി എന്ന് ഞാൻ പറയും. ശ്രീനിവാസൻ മരിച്ചപ്പോൾ പറയാണ്, എനിക്ക് അന്ന് നിർത്തിപ്പോരാൻ പറ്റാത്ത ഒരു ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. എടാ, സ്വന്തം വീട്ടുകാരെങ്കിലും മരിക്കുമ്പോൾ ഷൂട്ടിംഗ് ഉണ്ടെന്നുകൊണ്ട് പോകാതിരിക്കരുത്. സ്വന്തം അച്ഛനും ചേട്ടനും അമ്മയും ഒക്കെ മരിച്ചപ്പോൾ സ്റ്റേജിൽ മിമിക്രിയും ഗാനമേളയും നടത്തി കാശുണ്ടാക്കുന്നവരും അവളുമാരും ഉള്ള നാടാണിത് എന്ന് എനിക്കറിയാം. അത് ഞാൻ മറക്കില്ല ഒരിക്കലും. 6 കോടിയിലധികം വില വരുന്ന വസ്തുവകകൾ ബന്ധം നടത്തിയിട്ട് പോലും മക്കൾക്കായി ഇട്ടിട്ട് മരിച്ച ഭർത്താവിന്റെ ചേതനേറ്റ് ശരീരം കിടക്കുമ്പോൾ ബിഗ് ബോസിൽ അർമാദിച്ചവൾ ഉള്ള നാടാണ് കേരളം, അല്ലേ? 6.5 കോടി രൂപയുടെ വസ്തു അയാൾക്ക് വേണമെങ്കിൽ ഗാന്ധി ഭവൻ എഴുതി വെച്ചൂടെ. പക്ഷെ അയാൾ ഇത്രയും മോശമായി അയാളുടെ പെരുമാറ്റം പോലും അയാളുടെ മക്കൾക്ക് എഴുതി വെച്ചിട്ട് പോയി. അതിനെ വിറ്റു. ഇനി കുറെ കാലം പുട്ടടിക്കാനുള്ള കാശായി. അങ്ങനെ മരിച്ച മനുഷ്യൻ ചേതനേറ്റ് വീട്ടിൽ കിടക്കുമ്പോൾ, അനാഥനായി കിടക്കുമ്പോൾ ബിഗ് ബോസിൽ ചെന്ന് ഉഡാൻസ് കളിച്ച പാർട്ടികൾ കേരളത്തിലുണ്ട്. സാംസ്കാരിക നായികയാണ്, സാംസ്കാരിക നായിക. ഇപ്പൊ ഇതൊക്കെ ജയറാം തന്നെയാണ് നമ്മളെ ഓർമ്മിപ്പിച്ചത്. അല്ലെങ്കിൽ ഞാൻ ജയറാമിനെ പറ്റി പറയില്ലായിരുന്നു. ജോഷി സാർ സംവിധാനം ചെയ്ത അമ്മ നിർമ്മിച്ച 2020 സിനിമയിലെ ക്ലൈമാക്സിൽ, ആ ക്ലൈമാക്സ് നിങ്ങൾക്കെല്ലാം ഓർമ്മ കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. അതിന്റെ പോസ്റ്ററിൽ 5 പേര് നിരന്ന് നടന്നു വരുന്നതാണല്ലോ പോസ്റ്റർ. മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ദിലീപ്, പിന്നെ ജയറാം. പക്ഷേ സിനിമ നമ്മൾ കണ്ടോണ്ടിരുന്നാൽ അതിൽ ജയറാം ഇല്ല, അങ്ങനെ നടന്നു വരുന്നില്ല. ഇക്കാരണം ചോദിക്കുമ്പോൾ ഒരു ഉളുപ്പുമില്ലാതെ ജയറാം ഒഴിയുന്നത് വിഷുവിന് വീട്ടിൽ പോകണം. അപ്പൊ ജോഷി സാർ പറഞ്ഞത്ര 2 നാൾ കൂടി നീ ഇവിടെ നില്ലെന്ന്. നീ നിന്നാൽ നിങ്ങൾ 5 പേരും കൂടി നടന്നു വരുന്ന 2-3 ഷോട്ട് എടുത്തിട്ട് വിടാം എന്ന് പറഞ്ഞു. പക്ഷേ ജോഷി സാറിനോട് പറഞ്ഞത് പറ്റില്ല, എനിക്ക് വിഷുവിന് വീട്ടിൽ പോയേ പറ്റൂ എന്ന് പറഞ്ഞ് ഞാൻ പോയി എന്നാണ് ഇദ്ദേഹം ഒരു ക്യാമറയിൽ പറഞ്ഞത്. പോയി. പിന്നെ വിഷുവിനെ വിട്ടു. മറ്റൊരു ക്യാമറ കാണുമ്പോൾ എനിക്കന്ന് ശബരിമലയിൽ എത്തണം. 2020 ക്ലൈമാക്സ് ആണോ ശബരിമലയാണോ മുഖ്യം? എനിക്ക് ശബരിമലയാണ് മുഖ്യം. ഞാനങ്ങ് പോയി. മറ്റേ ആ സ്വർണ്ണം വാതിലൊക്കെ മോഷിച്ചൊരു കള്ളുണ്ടല്ലോ, അയാളാണല്ലോ കൂട്ടുകാരെ, അതുകൊണ്ട് പോയതായിരിക്കും. 3ാമതൊരു ക്യാമറ വന്നപ്പോൾ ക്ലൈമാക്സ് എടുക്കണമോ ഓണത്തിന് വീട്ടുകാരോടൊപ്പം ഉണ്ണണോ എന്ന് ചോദിച്ചു. എനിക്ക് വീട്ടുകാരോടൊപ്പം ഉണ്ടാ മതി എന്ന് പറഞ്ഞ് ഞാനങ്ങ് പോയി. അപ്പോഴാണ് ഒരു തമിഴൻ ക്യാമറയായിട്ട് വന്നത്. ഇതേ ചോദ്യം തമിഴ് ചോദിച്ചപ്പോൾ പറഞ്ഞ ഉത്തരം, ദീപാവലിക്ക് ഫാമിലിയോടൊപ്പം കൂടണോ, 5 പേര് നിരന്ന് നടന്നു വരുന്ന ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ദീപാവലി താ മുഖ്യം, അതുകൊണ്ട് ഞാൻ ചെന്നൈക്ക് പോയി. വാക്കിന് എന്തെങ്കിലും ഒരു സ്ഥിരത വേണ്ടേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇത് കാണുന്നവർ പുച്ഛിക്കുമെന്നുള്ള ബോധമെങ്കിലും വേണ്ടേ? ജോഷി സാറിന്റെ സിനിമയിൽ നിന്നൊക്കെ ക്ലൈമാക്സിൽ നിൽക്കാതെ പോയി എന്ന് പറയുന്നതിൽ എത്ര സത്യത? എനിക്ക് വേണമെങ്കിൽ ജോഷി സാറിനെ വിളിച്ച് ചോദിക്കാം. പക്ഷേ ആ വലിയ മനുഷ്യനെ നമ്മൾ വിളിച്ച് ചോദിക്കുന്നത് ശരിയല്ല. എനിക്ക് വേണമെങ്കിൽ രഞ്ജിത്തിനെ വിളിച്ച് ചോദിക്കാം, രഞ്ജിത്ത് ഈ പടത്തിന്റെ ക്ലൈമാക്സിൽ എന്താ ജയറാം ഇല്ലായിരുന്നു എന്ന് വേണമെങ്കിൽ ചോദിക്കാം. സത്യം അപ്പോൾ അറിയാൻ പറ്റും. ഞാൻ വിചാരിച്ചു എന്തിന് രഞ്ജിത്തിനോട് ചോദിക്കണം, വേണ്ട. അതുകൊണ്ട് ജോഷി സാറിനോട് ചോദിച്ചില്ല, രഞ്ജിത്തിനോട് ചോദിച്ചില്ല, ഇടവേള ബാബുവിനോട് ചോദിച്ചില്ല. പക്ഷെ ഓരോ ക്യാമറ കാണുമ്പോൾ ഓരോ രീതിയിൽ പറയുമ്പോൾ ഞാൻ ഈ പറയുന്നതൊക്കെ കാണുന്ന ജനം എന്നെ പുച്ഛിക്കും. നാക്കെടുത്ത് വളച്ചാൽ കള്ളമേ പറയൂ, പൊങ്ങച്ചമേ പറയൂ എന്ന് ചിന്തിക്കില്ലേ എന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത നടനാണ് ജയറാം. ജയറാമിനെ കുറിച്ച് അറിയേണ്ടതെല്ലാം ഈ ഒരു വീഡിയോക്കകത്തുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പുള്ളിയെ സംബന്ധിച്ച് ഈ പറഞ്ഞതുപോലെ സുരാജുള്ള പടത്തിൽ പറയുന്ന പോലെ എത്രയൊക്കെ വിനയം മുഖത്ത് വാരിത്തേച്ച് വെച്ചാലും
ഇടയ്ക്ക് ഉള്ളിലുള്ളത് ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരും എന്നുള്ളതാണ്. ഈ പുള്ളി ഈ പറയുന്നത് പോലെ ഓരോ ക്യാമറയ്ക്ക് മുമ്പിലും ചെന്നിരുന്നിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ മാറ്റി മാറ്റി പറയുന്നതെന്നാണ് എനിക്കറിയാൻ വയ്യാത്തത്. ഇപ്പൊ പുള്ളി ഏറി തന്നെയാണ് കേട്ടോ. അപ്പൊ ഈ നമ്മളൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പുള്ളി ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത്. പക്ഷേ പുള്ളിയുടെ ഓരോ പഴയതും പുതിയതുമായിട്ടുള്ള ഇന്റർവ്യൂസ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന്റെ കാപട്യം അതോ വിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ അങ്ങേയറ്റമാണ്. ഒരു മനുഷ്യൻ ഇത്രയും വിനയമാകാമോ എളിമയാകാമോ എന്നുള്ളത് നമ്മൾ ആശ്ചര്യപ്പെട്ടു പോകും. അത്തരത്തിലാണ്. ഇപ്പൊ ഈ മൂവിയുടെ ഇപ്പൊ ഇറങ്ങിയ ഒരു മൂവി ഉണ്ടല്ലോ മറ്റേ തമിഴില്, പിന്നെ ആ ഒരു മൂവിയുടെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ വന്നപ്പോഴൊക്കെ മീഡിയ ആയിട്ടൊക്കെ സംസാരിക്കുന്നതൊക്കെ കേട്ട് കഴിഞ്ഞ് നമുക്ക് അങ്ങ് അയ്യോ ഇത്രയും പാവപ്പെട്ട ഒരു മനുഷ്യനെ കുറിച്ചാണോ നമ്മൾ ഇതൊക്കെ പറയുന്നത് എന്ന് തോന്നിപ്പോ. അത്തരത്തിലാണ് അഭിനയമല്ലേ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ. എന്തായിരുന്നാലും ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുകയാണ്. അപ്പൊ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം മാക്സിമം പരിഗണിക്കുക. വേറെ ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയും എല്ലാവർക്കും ബൈ. താങ്ക്